നമസ്കാരം. പ്രധാന വാർത്തകൾ. ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. 87 വയസ്സായിരുന്നു. മുംബൈയിലെ കോകിലാബെൻ ധീരുഭായി അംബാനി ഹോസ്പിറ്റലിൽ വെള്ളിയാഴ്ച പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ദേശഭക്തി ചിത്രങ്ങളിലൂടെ പ്രശസ്തനാണ്. സംവിധായകൻ, തിരക്കഥാകൃത്ത്, എഡിറ്റർ എന്നീ നിലകളിലും അദ്ദേഹം ശ്രദ്ധ നേടി. പുരബ് ഔർ പശ്ചിം, ക്രാന്തി, റോട്ടി, കബഡ ഔർ മക്കാൻ തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി. ദേശഭക്തി സിനിമകളിലൂടെ പ്രശസ്തനായ മനോജ് കുമാറിനെ ഭരത് കുമാർ എന്നായിരുന്നു ആരാധകർ സ്നേഹത്തോടെ വിളിച്ചിരുന്നത്. ദേശീയ ചലച്ചിത്ര പുരസ്കാരവും 7 ഫിലിം ഫെയർ പുരസ്കാരങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1992 പത്മശ്രീയും 2015 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡും നൽകി ഇന്ത്യ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചു. 3 ദിവസം പിന്നിട്ട് റാങ്ക് ഹോൾഡർമാരുടെ നിരാഹാരം. ഇന്ന് 3 പേർ നിൽപ്പ് സമരം നടത്തും. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന വനിതാ കോൺസ്റ്റബിൾ റാങ്ക് ഹോൾഡർമാരുടെ സമരം ഇന്ന് 3ാം ദിവസത്തിൽ. റാങ്ക് ലിസ്റ്റ് കാലാവധി ഏപ്രിൽ 19 അവസാനിക്കാനിരിക്കെ 30% താഴെ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ നിയമനം ലഭിച്ചിട്ടുള്ളൂ. ഈ പശ്ചാത്തലത്തിലാണ് ഉദ്യോഗാർത്ഥികൾ സമരത്തിലേക്ക് കടന്നത്. ഉദ്യോഗാർത്ഥികളായ ഹനീന, നിമിഷ, വിനുസ്മിത എന്നിവരാണ് നിരാഹാരമിരിക്കുന്നത്. വായും കണ്ണും ചെവിയും മൂടിക്കെട്ടി സമരത്തിന്റെ ഭാഗമായി ഇന്ന് 3 പേർ നിൽപ്പ് സമരവും നടത്തും. സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടെ 967 ഉദ്യോഗാർത്ഥികളിൽ 259 പേർക്ക് മാത്രമാണ് ഇതുവരെ നിയമന ശുപാർശ ലഭിച്ചത്. സംസ്ഥാനത്ത് വീണ്ടും വീടുകളിൽ NIA റെയ്ഡ്. SDPI പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തു. 5 SDPI പ്രവർത്തകരുടെ വീടുകളിലാണ് NIA റെയ്ഡ് നടത്തിയത്. മലപ്പുറം മഞ്ചേരിയിലുള്ള പ്രവർത്തകരുടെ വീട്ടിലാണ് റെയ്ഡ് നടക്കുന്നത്. പുലർച്ചെ 3 മണിയോടെയായിരുന്നു റെയ്ഡ്. 4 പേരെ NIA കസ്റ്റഡിയിലെടുത്തു. 4 വീടുകളിൽ നിന്ന് ഓരോരുത്തരെ വീതം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഒരാൾ കൂടി പിടിയിലാകാനുണ്ട്. ഇയാൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് ഇവരെ കൊണ്ടുപോകുന്നതെന്നും വിശദമായി ചോദ്യം ചെയ്ത ശേഷം തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ബോധ്യമായാൽ വിട്ടയക്കുമെന്നും NIA ഉദ്യോഗസ്ഥർ ഇവരുടെ വീട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തിയ സംഭവം, പ്രതി പിടിയിൽ. തിരുവനന്തപുരം കരമനയിൽ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തേറ്റ സംഭവത്തിൽ പ്രതി പിടിയിൽ. നെടുങ്കാട് തീമങ്കരി സ്വദേശി ലിജോയാണ് പിടിയിലായത്. കരമന പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ജയചന്ദ്രനാണ് കുത്തിയത്. നെടുങ്കാട് പ്രദേശത്തെ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ചോദ്യം ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെ ലിജോ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. ആക്രമണം നടത്തിയ ശേഷം പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. നെടുങ്കാട് തീമങ്കരിയിൽ സമൻസ് വിതരണം ചെയ്യുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത്. പരിക്കേറ്റ ഉദ്യോഗസ്ഥരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. രാജ്യസഭയും കടന്ന വഖഫ് ഭേദഗതി ബിൽ രാജ്യസഭയിലും പാസായി. വോട്ടെടുപ്പിൽ 128 പേർ ബില്ലിനെ അനുകൂലിച്ചപ്പോൾ 95 പേർ എതിർത്തു. കഴിഞ്ഞ ദിവസം ബില്ല് ലോക്സഭ പാസാക്കിയിരുന്നു. ഇതോടെ ബില്ല് പാർലമെന്റ് കടന്നു. ഇനി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി അയക്കും. രാഷ്ട്രപതി ബില്ലിൽ ഒപ്പിട്ടാൽ നിയമമാകും. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്ക് ശേഷമായിരുന്നു വോട്ടെടുപ്പ്. വോട്ടെടുപ്പിൽ പ്രതിപക്ഷ അംഗങ്ങളുടെ നിർദ്ദേശം വോട്ടിനിട്ട് തള്ളി. ബിൽ രാജ്യസഭ കടന്നതോടെ മുനമ്പത്ത് പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തിയും സമരക്കാരുടെ ആഹ്ലാദ പ്രകടനം നടന്നു.